ഈ ഒരു മാമ്പഴ പുളിശ്ശേരി വെച്ചതിൻ്റെ പിന്നിലെ എൻ്റെ മനസ്സിനെ തൊട്ട നല്ലൊരു സംഭവമുണ്ട് കേട്ടോ. ഒരു ദിവസം എനിക്ക് കൊറിയറിൽ ഒരു പാഴ്സൽ വന്നു. തുറന്നു നോക്കിയപ്പോഴേ നല്ല നാട്ടുമാമ്പഴം. ആരായിരിക്കും അയച്ചതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വന്നത്. എൻ്റെ ചിറ്റപ്പൻ നാട്ടിൽ നിന്ന് അയച്ചതാണ്. എനിക്ക് തമിഴ്നാട്ടിൽ നാട്ടുമാമ്പഴം കിട്ടത്തില്ലല്ലോ. എൻ്റെ പപ്പ ഇല്ലാതിരിക്കുന്ന ആ ഒരു സമയത്ത് എൻ്റെ രണ്ടാമത്തെ പപ്പയായ ചിറ്റപ്പൻ ഇത് ചെയ്തപ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞുപോയി, മനസ്സും നിറഞ്ഞുപോയി. അപ്പോൾ വയ്യാതെ കിടക്കുന്ന അമ്മയ്ക്ക് മാമ്പഴപ്പുളിശ്ശേരി കഴിക്കണം എന്ന് വലിയ ആഗ്രഹം. പിറ്റേന്ന് രാവിലെ തന്നെ ആ മാമ്പഴം എല്ലാം കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം ഉരിച്ചൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ആ ഉരിച്ചെടുത്ത തൊലി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുത്തി പിഴിഞ്ഞെടുത്ത് ആ തൊലിയിലുള്ള നീരെല്ലാം എടുത്തൊരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. ആ മാമ്പഴം എല്ലാം പറക്കി ഇട്ട് കൊടുത്തു. ഒരു 3-4 പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് ക്ലിപ്പ് മിസ്സായി പോയതാണേ. ഒന്ന് അടച്ചു വെച്ചു. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു അരക്കപ്പ് തേങ്ങയും ഒരല്പം ജീരകവും ഒരു 3-4 ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് നല്ല കട്ടി തൈര് ഒഴിച്ച് അരച്ചെടുക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ ഒരു 3-4 പച്ചമുളക് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് എരിവിനൊന്നും ഇടാതിരുന്നത്. അരച്ചെടുത്ത് ആ മാങ്ങയിലോട്ട് നമുക്ക് എത്രയും പുളിശ്ശേരി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പും മധുരവും ഒക്കെ കണക്കാണോ എന്ന് നോക്കി, ഇല്ലെങ്കിൽ ആവശ്യത്തിന് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ പുളിശ്ശേരി റെഡിയാവും. ഇനി നമ്മൾ കടുക് വറക്കുന്നത് ഒരു അല്പം നെയ്യ് ഒഴിച്ച് തന്നെ കടുക് വറക്കണം കേട്ടോ. സാധാരണ പോലെ കടുക് വറുത്താൽ മതി, അല്പം നെയ്യ് ഒഴിച്ച് വറക്കണമെന്ന് മാത്രം. അങ്ങനെ കടുകും താളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പറായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മലയാളികളുടെ ഒരു അടയാളമാണ് നാട്ടുമാമ്പഴം പുളിശ്ശേരി എന്ന് പറയുന്നത്. അങ്ങനെ ചിറ്റപ്പൻ എനിക്ക് നാട്ടിൽ നിന്ന് അയച്ചു തന്ന മാമ്പഴം കൊണ്ട് നല്ലൊരു പുളിശ്ശേരിയും വെച്ചു. നല്ല കുശാലായിട്ട് നല്ലൊരു ഊണും കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ കിഴങ്ങും മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഊണും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മാമ്പഴ പുളിശ്ശേരി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇതുപോലെ വീണ്ടും വരാം കേട്ടോ.